Our next topic is regarding data structure. In data structure, we are going to deal with stack, queue and list. എന്താണ് സ്റ്റാക്ക്, ക്യൂ, ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത്? ഗ്രൂപ്പ് ഓഫ് ഡേറ്റകളെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യുന്നതിനും അതിലൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അതിനുശേഷം ഡിസ്പ്ലേ ചെയ്യാനും സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. അപ്പോൾ എന്താണ് ഡേറ്റ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഓരോ ഡേറ്റ സ്ട്രക്ചറിലും എങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാം. അടുത്തതായി ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡേറ്റ സ്ട്രക്ചർ. ഡേറ്റ സ്ട്രക്ചറിനെ നമുക്ക് ഏതെല്ലാം രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോണത്. അപ്പോൾ അതിനേക്കാൾ മുൻപായിട്ട് നമുക്ക് അറിയേണ്ടത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിവൈഡഡ് ആസ് പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ്. പ്രിമിറ്റീവിൽ നമുക്ക് വരുന്നതാണ് ഇൻഡിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബോളിയൻ ഇങ്ങനെയൊക്കെ. അതേസമയം നോൺ പ്രിമിറ്റീവിൽ നമുക്ക് വരുന്നതാണ് അറേ, ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി, സെറ്റ്, ഫയൽ. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ അറേയിൽ വരുന്നതാണ് ലീനിയറിൽ സ്റ്റാക്ക്, ക്യൂ. ഇത് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതുമാതിരി ലിസ്റ്റ് നമുക്കറിയാം, ലിസ്റ്റിൽ കുറേയധികം വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ടപ്പിളിൽ വരുന്നത് നോൺ ലീനിയർ ആണ്. ടപ്പിൾ എന്ന് പറയുമ്പോൾ അതായത് ഗ്രാഫ് പോലെ അതല്ലെങ്കിൽ ട്രീ പോലെ ബ്രാഞ്ചിങ് ഒക്കെ ആയിട്ടുള്ള സ്ട്രക്ചറും നമുക്ക് കാണിക്കാം. അപ്പോൾ ബേസിക്കലി ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വേ ബൈ വിച്ച് വി ആർ ഏബിൾ ടു represent a group of data in a desired format. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള എന്താ പറയുക തരത്തിലുള്ള ഡേറ്റയെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കതിനെ കാണിക്കാൻ സാധിക്കുന്നു ഒരു പ്രോഗ്രാമിൻ്റെ സഹായത്തോടെ. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ഡേറ്റ സ്ട്രക്ചർ എന്നുള്ളത്. അത് വിവിധ തരത്തിൽ നമുക്ക് കാണിക്കാം. അതാണ് ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ സ്ട്രക്ചർ പറയുന്നത്. അതിനായിട്ട് നമുക്ക് ഈ ഡേറ്റ ടൈപ്പുകളെ എല്ലാം ഉപയോഗിക്കാം.